എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിന്റെ പാതയിൽ നാം ഏവരും യാത്രക്കാരാണ്. ഈ യാത്രയിൽ നമ്മെ പിന്തള്ളുവാൻ ശ്രമിക്കുന്ന അനേകം ശക്തികളുമുണ്ട്. അവയിൽ പ്രധാനമായവ അടിക്കടി നേരിടേണ്ടി വരുന്ന പരാജയങ്ങൾ, ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോഴുള്ള നിരാശ, ചെയ്തു കൂട്ടുന്ന അന്യായങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന മാനസിക തളർച്ച, അമിതമായ സ്വയം പുകഴ്ച മൂലമുണ്ടാകുന്ന അഹംഭാവം മുതലായവയാണ്. മേൽപ്പറഞ്ഞ മനോഭാവങ്ങളെയെല്ലാം അതിജീവിച്ച് ജീവിതയാത്രയിൽ തളരാതെ, പിന്നോട്ട് നോക്കാതെ, നമ്മുടെ കാഴ്ചപ്പാടിനെ നിയന്ത്രിച്ച് ഭീതിയിലും നിരാശയിലും അമിത മാനസിക സമ്മർദ്ദങ്ങളിലും അടിമപ്പെട്ട് കഴിഞ്ഞ കാലത്തിൽ തന്നെ നിൽക്കാതെ യേശുവിൽ പുതിയൊരു പാത നേടുന്നവരാണ് ക്രിസ്ത്യാനികളായ നാം ഏവരും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ വിശ്വാസയാത്രയിലെ ഒരു പ്രധാന തത്വം വെളിപ്പെടുത്തുന്നു. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാഖിലേക്ക് ഓടുക. പരിശുദ്ധനായ പൗലോസ് ലീഗ ഇവിടെ പരാമർശിക്കുന്നത് ആത്മീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയത് തുടർച്ചയായ മുന്നേറ്റമാണ്. ആയതിനാൽ ആത്മ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പഴയ ഓർമ്മകൾ, കുറ്റബോധം, വ്യക്തിപരമായ ദുരഭിമാനം ഇവയെല്ലാം പിന്തള്ളി മനസാക്ഷിയുടെ നിർമ്മലതയോടെ, ഉദ്ദേശശുദ്ധിയോടെ, ഉത്സാഹത്തിമിർപ്പോടെ ഓരോ ദിവസവും ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ നീതി, വിശ്വാസം, പരിശുദ്ധത എന്നീ വഴികളിലൂടെ അവന്റെ വിളിയെ ശ്രവിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറണം എന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ ദേശീയ പതാകയിൽ സ്ഥാനം പിടിച്ച യമുവിന്റെയും കങ്കാരുവിന്റെയും ചിത്രമാണ് എൻ്റെ മനസ്സിൽ നിറയുന്നത്. ഓസ്ട്രേലിയൻ രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെയും പുരോഗതിയെയുമാണ് ഈ ചിഹ്നത്തിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും ഉള്ള മറ്റനേകം മൃഗങ്ങളെ പിന്നിലാക്കി എങ്ങനെ ഈ മൃഗങ്ങൾക്ക് ആ സ്ഥാനത്തിന് അർഹതയുണ്ടായി? പൊതുവെ ബുദ്ധിയില്ലാത്തതും അധികം ശരീര ഭാരവുമുള്ള ഒരു പക്ഷിയാണ് യമു. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെ കണ്ടാൽ പേടിച്ച് മുമ്പോട്ട് ഓടി ഒളിക്കുന്ന സ്വഭാവക്കാരനാണ് കങ്കാരു. എന്നാൽ ഈ രണ്ട് ജീവികൾക്കും മൃഗലോകത്തിൽ മറ്റു ജീവികൾക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. അത് ഇവയ്ക്ക് പിന്നോട്ട് നടക്കാൻ കഴിയില്ല എന്ന അതിശ്രേഷ്ഠമായ സ്വഭാവ സവിശേഷതയാണ്. കങ്കാരുവിന്റെ പിറകിലെ വാലും യമുവിന്റെ മുമ്പോട്ട് മാത്രം നിൽക്കുന്ന കാലിലെ വിരലുകളുമാണ് ഇവരെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും ശ്രേഷ്ഠമാക്കിയത്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഇതൊരു കുറവായി തോന്നിയേക്കാം. എന്നാൽ അത് അവർക്ക് നൽകിയ അനുഗ്രഹമോ അവർണ്ണനീയം തന്നെ. നമുക്ക് ആത്മീയമായും ശാരീരികമായും പരിമിതികൾ ഉണ്ടെങ്കിലും നമ്മുടെ മുന്നിലുള്ള ദൈവിക ദർശനത്തിൽ മുമ്പോട്ട് മാത്രം സഞ്ചരിക്കുവാൻ ഓസ്ട്രേലിയയിലെ ദേശീയ പതാകയിലെ സൂചനകൾ ഒരുപക്ഷെ നമുക്ക് പ്രചോദനമായി തീർന്നേക്കാം. നമ്മുടെ ആത്മീയ യാത്രയിൽ ദൈവം നമുക്ക് വേണ്ടി തിട്ടപ്പെടുത്തിയ വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങളും ക്ഷീണങ്ങളും തർക്കങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ഓർക്കുക, ഓരോ ദിവസവും പുതിയ ദൈവിക അനുഗ്രഹങ്ങളുടെ പാതയിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. ദൈവം നമുക്കായി തുറക്കുന്ന ഓരോ വഴിയും മുമ്പോട്ടുള്ളതാണ്. ആയതിനാൽ അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മദൗത്യത്തിൽ പിന്നോട്ട് നോക്കാതെ സധൈര്യം മുന്നേറുവാനുള്ള ശക്തിയും ആത്മധൈര്യവും സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.